ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 46. ഫഇൻ ഖല്ല അദദുഹു അയ അദദു റിജാലി സനദി, സനദിന്റെ റിജാലുകളുടെ അദദ് അഥവാ സനദിലുള്ള റാവികളുടെ എണ്ണം, ആ എണ്ണം കുറഞ്ഞാൽ, മറ്റൊരു സനദിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഈ സനദിലെ റാവികളുടെ എണ്ണം കുറവായാൽ, അങ്ങനെ വന്നാൽ ഫഇമ്മ അൻ യന്തഹിയ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, ഒന്നുകിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്ന് അവസാനിക്കും. ബിദാലിക്കൽ അദദിൽ ഖലീലി, ആ കുറഞ്ഞ അദദ് കൊണ്ട്, ആ സനദിലെ കുറഞ്ഞ റാവികളുടെ റിജാലുകളുടെ അതോടുകൂടെ നബിയിലേക്ക് എത്തും. ഈ കുറഞ്ഞത് എന്തിലേക്ക് ചേർക്കുമ്പോൾ ബിൻ നിസ്ബത്തി ഇലാ സനദിൻ ആഖറ, മറ്റൊരു സനദിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഈ സനദ് റാവികൾ കുറവാണ്. എങ്ങനത്തെ സനദ്? യരിദു ബിഹി, ആ സനദിലൂടെ വരും ദാലിക്കൽ ഹദീസു, ആ ഹദീസ് ബി ഐനിഹി, അതേ നിലയ്ക്ക്, അതേ ഹദീസ് മറ്റൊരു സനദിലൂടെ എന്ത് ചെയ്തു? വന്നു. ബി അദദിൻ കസീറിൻ, അതത് കസീറായ അതതോടുകൂടെ വന്നു. ഉദാഹരണത്തിന് ആ സനദിൽ ഒരു 5 റാവികളുണ്ടെങ്കിൽ ഈ സനദിൽ ഒരു 3 റാവികളേ ഉള്ളൂ. അങ്ങനെ വന്നാൽ അപ്പോൾ ഖലീലായ ഈ അതതോടുകൂടെ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒന്നെങ്കിൽ അങ്ങോട്ട് അറ്റമാകും. ഔ യന്തഹി ഇല ഇമാമിൻ മിൻ അഇമ്മത്തിൽ ഹദീസി, അല്ലെങ്കിൽ ഹദീസിന്റെ ഇമാമിങ്ങളിൽ നിന്ന്, അയിമ്മത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമാമിലേക്ക്. ഹദീസിന്റെ അയിമ്മത്തുകൾ എന്ന് പറഞ്ഞാൽ ബുഖാരി ഇമാമും മുസ്ലിം, അതുപോലെ തന്നെ നസായി, തുർമുദി, അങ്ങനെയുള്ള ഹദീസിന്റെ അയിമ്മത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമാമിലേക്ക് ഈ കുറഞ്ഞ സനദ് അങ്ങോട്ട് എത്തിയാൽ, അങ്ങനത്തെ ഇമാമാണ് ദി സിഫത്തിൻ അലിയത്തിൻ, ഉന്നതമായ സിഫത്തുടയതായ ഇമാമിങ്ങൾ. അത് കേവലം ഒരു ഇമാമല്ല, അലിയത്തായ സിഫത്തുള്ള ഇമാം. ഏതുപോലെ സിഫത്ത്? ഏതുപോലെ? കൽ ഹിഫ്ളി വൽ ഫിഖ്ഹി വൽ ലബ്തി വത്തസ്നീഫി വഗൈരി ദാലിക മിന സിഫാത്തിൽ മുഖ്തളിയത്തി ലിതർജീഹി, സമകാലികരായ ആളുകളെ തൊട്ട് ഇവരെ മുൻതൂക്കമാക്കുന്ന, തർജീഹാക്കുന്നതിനെ തേടുന്ന സിഫാത്തുകളാൽ, അങ്ങനത്തെ സിഫത്തുകളും, അതുപോലെ തന്നെ തസ്നീഫും, നല്ല ലബ്ത്തും ഹിഫ്ളും ഫിഖ്ഹും ഒക്കെ ഉള്ള ഇമാം. ആരെ പോലെയൊക്കെ ശുഅബ റളിയല്ലാഹു അൻഹു പോലെ, വ മാലിക്കിൻ വ സൗരി വ ഷാഫി വൽ ബുഖാരി വ മുസ്ലിമിൻ വ നബിഹിം റളിയല്ലാഹു അൻഹും, അവരെ പോലെ തരുന്ന സുഹരി ഇമാം, അലിൽ മദനി പോലെയുള്ള. അപ്പം ഇങ്ങനത്തെ മഷൂറായ ഇമാമിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമാമിലേക്കാണ് ആ ഖലീലായ റാവികളുള്ള സനദ് ചെന്നെത്തുന്നതെങ്കിൽ ഇങ്ങനെ 2 നിലയ്ക്ക് ഉണ്ടാവും. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്നത്, ഒന്ന് ഇമാമിലേക്ക് എത്തുന്നത്. ഫൽ അവ്വലു, അപ്പോൾ ഒന്നാമത്തത്, വഹുവ, ആ ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ മാ യന്തഹി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്ന് എത്തുന്നതായത് ഒന്നാമത്തത്. അത് അൽ ഉലൂവുൽ മുത്ലഖ്, അതിന് ഉലൂവുൽ മുത്ലഖ് എന്നാണ് പറയുക. മുത്ലഖൻ, ഉന്നതിയുള്ള സനദ്. ഫഇനിത്തഫഖ, അപ്പോൾ ആ ഹദീസ് എന്ത് ചെയ്തു? യോജിച്ചാൽ, അൻ യകൂന സനദുഹു, അതിന്റെ സനദ് ആകാൽ, സഹീഹൻ, സഹീഹാകലും കൂടെ ആയാൽ, അതിന് നേരത്തെ പറഞ്ഞ മറ്റ് സനദിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ സനദിന് ഉലുവുണ്ട്. അതുപോലെ തന്നെ ആ സനദ് എന്താണ്? സഹീഹായ സനദും കൂടിയാണെങ്കിൽ കാനൽ ഗായത്തൽ ഖുസ്വ, അപ്പോൾ ആ സനദ് എന്തായി? അൽ ഗായത്തൽ ഖുസ്വ, അങ്ങേയറ്റത്തെ ഉന്നതിയിലാവും, ഉന്നതിയുടെ ഗായത്തിലാവും. കാരണം അവിടെ ആ സനദിന്റെ സിഹത്തും അതുപോലെ തന്നെ മറ്റ് സനദിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഈ സനദിന്റെ ഉലുവും കൂടി, രണ്ടും കൂടി ഒരുമിച്ച് കൂടുന്നതുകൊണ്ട് ഗായത്തുൽ ഖുസ്വയിൽ എത്തും.
ഇല്ല ഇനി അങ്ങനെ അതിന്റെ സനദ് സഹീഹ് അല്ലെങ്കിൽ പിന്നെ ഫസൂറത്തുൽ ഉലുവി ഫീഹി, അപ്പോൾ ആ സനദിലുള്ള പിന്നെ ഉലുവിന്റെ ആ രൂപം എന്താണ് മൗജൂദത്തുൻ, അത് മൗജൂദാണ്. പക്ഷെ ഹഖീഖിയായി ഹുക്ം അതിന് കിട്ടൂല, ആ സൂറത്ത് മാത്രം അവിടെ ബാക്കിയാകും, ഉലുവിന്റെ സൂറത്ത്. പിന്നെ ഹഖീഖത്തൻ എന്തില്ല, ആ ഉലുവ് ഉണ്ടാവൂല. അതുകൊണ്ടാണ് മുസന്നിഫോട് എന്താണ് സൂറത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ സൂറത്തുൽ ഉലുവി ഫീഹി മൗജൂദത്ത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ ബിഹി, അതുകൊണ്ട് ആ ഒലുവിന്റെ സൂറത്ത് അവിടെ മൗജൂദാണ്. ഐ മഅ അദമിൽ ഇത്തിദാദി ബിഹി, കാരണം അന്നൽ ഖുർബ മഅ ളുഫിഹി ബിസബബി ബഅദി റുവാത്തിഹി ലാ ഇത്തിദാദ ബിഹി വലൽ ഇൽതിഫാത ഇലൈഹി. പിന്നെ എന്നിട്ട് അപ്പോ ഇത് ആ ഒലുവിന്റെ സൂറത്ത് അങ്ങനെ പിന്നെ മൗജൂദാകും. പക്ഷെ മാലൻ യക്കുൻ മൗലൂഅൻ, അവിടെ ആ സനദ് മൗലൂ ആയിട്ട് ആകാത്ത കാലത്തോളം. സനദ് മൗലൂ ആയാൽ ഫഹുവ കൽ അദമി, അപ്പൊ പിന്നെ സനദ് ഇല്ലാത്തതുപോലെയാണ്. പിന്നെ അതുകൊണ്ട് എന്തില്ല, പ്രയോജനമില്ല. അപ്പൊ സനദ് മൗലൂ ആകാത്ത കാലത്തോളം സനദ് സഹീഹ് അല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും, ആ സനദിന്റെ ആ ഉലുവിന്റെ സൂറത്ത് അവിടെ ബാക്കിയാകും, മൗജൂദാകും. പിന്നെ അതിന് പിന്നെ ഉലുവിന്റെ ഹുക്ം ഉണ്ടാകില്ല എന്ന് മാത്രം. പക്ഷെ അതെപ്പോഴാണ് പറഞ്ഞത്, ആ സനദ് മൗലൂ ആയില്ല എങ്കിൽ എന്ന്. മൗലൂ ആയെങ്കിൽ പിന്നെ ആയാൽ പിന്നെ അത് ഇല്ലാത്തതുപോലെയാണ്. അവിടെ മാലൻ യക്കുൻ മൗലൂ എന്ന് പറഞ്ഞാൽ ഹദീസ് മൗലൂ ആകുക എന്നല്ല, അവിടെ സനദ് മൗലൂ ആകുക എന്നാണ്. ചിലർ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞ ഇമാമൊക്കെ പറയുന്നുണ്ട്. അവിടെ മാലം യക്കുൻ മൗലൂ എന്നെടുത്ത് ഇമാം എഴുതിയായി മാലം യക്കുനി സനദു മൗലൂ അൻ എന്നാണ്. എന്നിട്ട് അവിടെ ഇങ്ങോട്ട് എഴുതിയിട്ട് കാണാം വലൈസൽ മുറാദു മാലം യക്കുനിൽ ഹദീസു മൗലൂ അൻ കമാ ഖാലൽ ഖാരി. മുല്ലാലി ഖാരി ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഹദീസ് മൗലൂ എന്നാണ് അവിടെ പറഞ്ഞത്, അത് ശരിയല്ല എന്ന് പറഞ്ഞത്. കാണലി അന്ന സിയാഖ യഖ്തളി റുജൂ അൽ അമീറ ഇല സനദി, അവിടുത്തെ അമീർ സനദിലേക്ക് മടങ്ങലാണ് അവിടെ തേടുന്നത്, ലാ ഇലൽ മത്തിനി, മത്തിനിലേക്കല്ല. മാത്രമല്ല വലിയ അന്നൽ കലാമ ഫി മത്തിൻ വാഹിദിൻ ലഹു സനദാനി, പിന്നെ ഇവിടുത്തെ സംസാരം ഒരു മത്തിനെ സംബന്ധിച്ച അതിന് രണ്ട് സനദുണ്ട്, രണ്ട് സനദുള്ള ഒരു മത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ സംസാരം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വലാ യുഅ്തബറു ഫി ഹാദൽ മത്തിനി അൻ യകൂന മൗലൂഅൻ ബിസ്സനദി ബിന്നിസ്ബത്തി ഇല സനദിൽ ആലി ദൂന നാസിലി. ഇവിടെ മത്തിനിലേക്ക് പിന്നെ മത്തിന് മൗലൂ ആകുക എന്നത് ഇവിടെ പരിഗണിക്കുന്നില്ല. പിന്നെ എന്തിൻ്റെ സനദിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ ഇവിടെ മത്തിനിന്റെ മൗലൂ മറ്റേതോ പരിഗണിക്കുന്നില്ല. ബലിൽ മുഅ്തബറു ഫീഹി അൻ യകൂന അഹദു സനദൈനി മൗലൂഅൻ ലഹു ദൂനൽ ആഖരി. അങ്ങനെയാണ്, രണ്ട് സനദിൽ ഏതെങ്കിലും ഒരു സനദ് മൗലൂ ആകാണ്. അപ്പം അങ്ങനെ മൗലൂ ആകാത്ത കാലത്തോളം ആണ് എന്ത് ചെയ്തത്, പിന്നെ ഇവിടെ സൂറത്ത് ബാക്കി ഉണ്ടാകുക എന്ന് പറഞ്ഞത്. പിന്നെ മൗലൂ ആയാൽ അതില്ലാത്തതുപോലെയാണ്. വസാനി രണ്ടാമത്തത് അൽ ഉലൂഉൻ നസബിയു, രണ്ടാമത്തതിന് അതായത് ഒരു ഇമാമിലേക്ക് എത്തുന്ന ഖലീലായ സനദ്, അതിന് ഉലൂഉൻ നസബി എന്ന് പറയാം, ആപേക്ഷികമായ ഉന്നതി. വഹുവായി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ മാ യഖില്ലുൽ അദദു ഫീഹി, ആ സനദിൽ റാവികളുടെ എണ്ണം കുറയും, ഇലാ ദാലിക്കൽ ഇമാമി, എവിടേക്ക് ആ ഇമാമിലേക്ക് എത്തുന്ന അതത്. പിന്നെ അല്ലാതെ ആ ഇമാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന അതിനെക്കുറിച്ചല്ല, ആ ഇമാമിലേക്ക് എത്തുന്ന അതത്. അതാ പറഞ്ഞ വലൗകാനൽ അതദു മിൻ ദാലിക്കൽ ഇമാമി, ആ ഇമാമിൽ നിന്നുള്ള അതത് ആയാലും ശരി, ഇലാ മുന്തഹാഉ, ആ പിന്നെ അതിൻ്റെ അവസാനം വരെ, കസീറൻ, അത് കസീറായാലും ശരി. അപ്പോൾ ആ ഇമാമിൽ നിന്ന് നബി തങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, ധാരാളം പിന്നെ അത് റിജാലുകൾ ഉണ്ടായാലും ശരി,
ഈ ഇമാമിലേക്ക് എത്തുന്ന അതത് എന്തായി? ഖലീലായി. അപ്പോൾ എന്ത് ചെയ്യും? അതിന് നസബിയായ ഉലുവ് എന്നാണ് അതിന് പറയുക. വഖദ് അളുമത്ത് റഗ്ബത്തുൽ മുതഅഖിരീന, മുതഅഖിരീങ്ങളായ അയിമ്മത്തുകൾക്ക് ആഗ്രഹം ശക്തിമത്തായി ഫീഹി, ഈ സനദിന്റെ ഉലുവുൽ ഇസ്നാദിനെ ഹാസിലാക്കുന്നതിൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൂടുതൽ ഖുർബ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്താണ് സനദിന്റെ റിജാലുകളുടെ എണ്ണം കുറയ്ക്കുക. അപ്പോൾ ആ ഉലുവുൽ ഇസ്നാദ് കരസ്ഥമാക്കുക എന്നതിൽ മുതഅഖിരീങ്ങളായ അയിമ്മത്തുകളുടെ ആഗ്രഹം ശക്തിമത്തായിരുന്നു. എത്രത്തോളം ഹത്താ ഗലബ ദാലിക, ആ ആഗ്രഹം അവർക്ക് അമിതമായി അല കസീരിൻ മിൻഹും, അവരിൽ നിന്ന് ആ മുതഅഖിരീൻ നിന്ന് അധികം ആളുകളുടെ മേലും ആ ആഗ്രഹം ഗാലിബായി. ഏത് നിലയിൽ? ബി ആയിസു അഹ്മലു അൽ ഇസ്തിഗാല ബിമാ ഹു അഹമ്മു മിൻഹു, ആ ഉലുവുൽ ഇസ്നാദിനേക്കാളും അഹമ്മായ കാര്യം കൊണ്ട് ഇഷ്തിഗാലാകുന്നതിന്, ശുഗലാകുന്നതിനെ അവർ മുടക്കമാക്കുന്ന സ്ഥിതിക്ക്, അത് ഉപേക്ഷിക്കുന്ന നിലയ്ക്ക് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അഹമ്മായതിനെ ഉപേക്ഷിച്ചിട്ട് ഈ ഉലുവുൽ ഇസ്നാദ് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരിലേക്ക് ഒരു ഹദീസ് കിട്ടിയ ആ ഹദീസിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിൽ എന്താണ് ഒരു 5, ഉദാഹരണത്തിന് പറഞ്ഞാൽ 5 റാവികൾ ഉണ്ടെങ്കിൽ ആ 5നേക്കാൾ കുറഞ്ഞ നിലയ്ക്ക് ഒരു 4 റാവി വരെ എത്തുന്ന രീതിയിൽ ആ ഹദീസ് കിട്ടാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആരുടെ അടുക്കലെങ്കിലും ഉണ്ടെങ്കിൽ അവരത് അങ്ങനെ പോയി തേടി അത് കരസ്ഥമാക്കുമായിരുന്നു എന്നാണ്. ഇന്നമാ കാന ദാലിക്കൽ ഉലുവു മർഗൂബൻ ഫീഹി, അങ്ങനെ ഈ ഉലുവുൽ ഇസ്നാദ് കരസ്ഥമാക്കുക എന്നുള്ളത് എന്താണ്? മത്ലൂബായ കാര്യമാണ്. കാരണം ഹദീസിൽ അങ്ങനെ കാണുന്നുണ്ട്. ഒരു സഹാബി എടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതം വന്നെന്തോ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് വീണ്ടും അത് നബിയിൽ നിന്ന് തന്നെ കേൾക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു വന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഇൻകാർ ചെയ്തിട്ടില്ല എന്ന് ഹദീസിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മർഗൂബൻ ഫീഹി ആയ കാര്യമാണ്. കാരണം ലി കൗനിഹി അഖ്റബ ഇല സിഹത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹദീസിന്റെ സിഹത്തിലേക്ക് കൂടുതൽ അഖ്റബാകുന്ന ഒരു കാര്യമാണ് ഉലുവുൽ ഇസ്നാദ് എന്നുള്ളത്. അതുപോലെ ഖില്ലത്തുൽ ഖതാഇ, അതുപോലെ പിഴവും കുറവാകുന്നതിലേക്കും ഏറ്റവും അഖ്റബായതാണ്. അപ്പോൾ അതുകൊണ്ട് അത് മർഹൂബായ കാര്യമാണ് എന്നാണ് പറഞ്ഞത്. കാരണം ആ ഖില്ലത്തുൽ ഖതഇലേക്കും അഖ്റബ എന്ന് പറയാൻ കാരണം ലി അന്നഹു മാമിൻ റാവിൻ മിൻ റിജാലിൽ ഇസ്നാദി, ഇസ്നാദിന്റെ റാവികളിൽ നിന്ന് ഒരു റാവിയും തന്നെ ഇല്ല വൽ ഖതഉ ജായിസുൻ അലൈഹി, ആ റാവിയുടെ മേൽ ഖത ഉണ്ടാകൽ ജായിസായിട്ടല്ലാതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുല്ലമ കസറത്തുൽ വസായിത്തു, അപ്പം വാസിത്തകൾ അധികരിക്കുമ്പോൾ താല സനദു, അപ്പം സനദ് ഇങ്ങനെ നീളുകയും ചെയ്യുമ്പോൾ കസറത്ത് മലാനു തജ്വീസി, അപ്പോൾ ഈ ഖത ജായിസാകാനുള്ള മഹല്ലുകൾ അപ്പം എന്താകും? കൂടുതലാവും. അത് കുല്ലമ കല്ലത്ത്, അപ്പോൾ ആ വസായിത്തുകൾ ഇങ്ങനെ കുറയുകയാണെങ്കിൽ കല്ലത്ത് എന്ത് ചെയ്യും? ആ സാധ്യതകൾ, ആ തജ്വീസിന്റെ ഖതഇന്റെ തജ്വീസിന്റെ സാധ്യതകൾ എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഉലുവ് സനദ് തേടുവാൻ വേണ്ടി അവരെന്ത് ചെയ്തിരുന്നു? അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അത് മർഗൂബും ഫീഹി ആയ കാര്യം കൂടിയാണ്. അപ്പം കൂടുതൽ എന്താണ്? സിഹത്തിലേക്ക് അത് അഖ്റബായി വരും. അതുകൊണ്ട് ഇന്ന് ഫഇൻകാന ഫിൻ നുസൂലി, എന്നാൽ ഈ നുസൂലിൽ ഉണ്ടായാൽ മസിയത്തുൻ, കൂടുതൽ ശ്രേഷ്ഠത ഉണ്ടായാൽ, നുസൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കുറഞ്ഞ സനദിന്റെ റിജാലുകൾ കുറഞ്ഞതല്ല, കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കൂടുതലാകുമ്പോൾ കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങലാണല്ലോ. അപ്പോൾ അങ്ങനെ നുസൂലിൽ കൂടുതൽ മസിയത്ത് ഉണ്ടായാൽ, എങ്ങനത്തെ മസിയത്ത്? ലൈസത്ത് ബിൽ ഉലുവി, ഉലുവിലില്ലാത്തതായ ഒരു മസിയത്ത് ഫളിൽ അതിനകത്ത് ഉണ്ടായാൽ, ഏതുപോലെയൊക്കെ യകൂന റിജാലുഹു, ഈ നുസൂലായ സനദിന്റെ റിജാലുകളാകും പോലെ, ഔസഖ മിൻഹു, ഈ ഒലുവായ സനദിന്റെ റിജാലുകളെക്കാൾ ഏറ്റവും കൂടുതൽ ഉസൂഖുള്ള ആളുകളായി,
ഔ അഹ്ഫദ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിഫ്ളുള്ള ആളായി, ഔ അഫ്ഖഹ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫിഖ് ഉള്ളവരായി, അല്ലെങ്കിൽ അവിൽ ഇത്തിസാലു ഫിഹി അല്ലെങ്കിൽ ഈ നുസൂലായ സനദിലുള്ള ഇത്തിസാൽ, ആ സനദിന്റെ മുത്തസിൽ ഇത്തിസാൽ എന്തായി അൽഹറു മറ്റേതിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ലാഹിറായ ഇത്തിസാലാണ്. ആ ലാഹിറായ ഇത്തിസാൽ എന്ന് പറഞ്ഞാൽ ആ സനദിൽ വന്ന എല്ലാ റാവികളും എന്ത് ചെയ്തു, സമയത്തു എന്ന സീഗ കൊണ്ട് റിവായത്ത് ചെയ്തു. അപ്പം ഇത്തിസാൽ ഏറ്റവും കൂടുതൽ ലാഹിറാണല്ലോ. അങ്ങനെ ആയാൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇപ്പം ഈ നുസൂലിൽ എന്തുണ്ടായി, കൂടുതൽ മസിയത്തുണ്ടായി. അപ്പോൾ ഫലാ തറദ്ദുദ, അപ്പോൾ സംശയമില്ല ഫി അന്നൻ നുസൂല, അപ്പോൾ ഈ നുസൂലായ സനദാണ് ഹീനഇദിൻ ആ സന്ദർഭത്തിൽ ഔല, ഏറ്റവും ഔല. അപ്പോൾ ആ ഉലുവായ സനദിനേക്കാൾ ഔല ഇതാണ്. എന്നാൽ അമ്മാമൻ റജ്ജഹൻ നുസൂല മുത്തലഖൻ, എന്നാൽ നിരുപാധികം ഈ നുസൂലിനെ റാജിഹാക്കിയ ചിലർ അങ്ങനെ റാജിയാക്കിയിട്ടുണ്ട്. ആ റാജിയാക്കിയത് വഹ്തജ, എന്നിട്ട് എന്ത് ചെയ്തു, അവര് അതിന് തെളിവും പിടിച്ചു. എന്താ തെളിവ് പിടിച്ചത്? അന്ന കസറത്തൽ ബഅസി, ബഅസ് കൂടുക എന്നുള്ളത്, അതായത് നാസിലായ സനദിൽ ഉണ്ടാകുന്നതായ ബഅസ്, ആ ബഅസ് കൂടുക എന്നുള്ളത് യഖ്തളി, അത് തേടുന്നുണ്ട് അൽ മശക്കത്തിനെ തേടുന്നുണ്ട്. കാരണം സനദിന്റെ റാവികൾ കൂടുമ്പോൾ ആ റാവികളെ കുറിച്ചെല്ലാം അന്വേഷിക്കുക, എടുക്കുക, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതിന്റെ ആ മശക്കത്ത്, അപ്പോൾ അതിനെ തേടുന്നുണ്ട്. അപ്പോൾ യാളുമു അജറു, അപ്പോൾ എന്ത് ചെയ്യും, ഈ അതിന്റെ അജറ് കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് ഈ നുസൂലാണ് റാജിഹ് എന്ന് മുത്തലഖൻ പറഞ്ഞ ആളുകൾ തെളിവ് പിടിച്ച ഈ തെളിവാണ്. എന്നാൽ ഫദാലിക, ആ പറഞ്ഞത് അത് തർജീഹും ബി അംരിൻ അജ്നബിയിൻ, അത് അജ്നബിയായ ഒരു കാര്യം കൊണ്ട് റാജിഹാക്കലാണ്. എന്തിനെ തൊട്ട് അജ്നബി? അമ്മ യതഅല്ലഖു ബി തസ്ഹീഹി വ തളഈഫി, ഹദീസിനെ സഹീഹാക്കുക ലഈഫാക്കുക എന്നതിനോട് തഅല്ലുഖാകുന്ന കാര്യത്തെയും വിട്ട് അജ്നബിയായ ഒരു കാര്യം. അമ്രും അഹമ്മായ അമ്രെന്താണ്? സിഹത്തിന് ഖുവ്വത്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ സനദിന്റെ ഉലുവ് നുസൂൽ നോക്കുന്നത്. അപ്പോൾ അതിനെയും വിട്ട് ആ തസ്ഹീഹ് തളഈഫിനോട് തഅല്ലുഖാകുന്ന കാര്യം വിട്ട് അജ്നബിയായ ഒരു കാര്യമാണ് ഇത് ഈ പറഞ്ഞ മശക്കത്തിനെ തേടുക എടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലേക്ക് ആ കാര്യം കൊണ്ട് തർജീഹാക്കലാണ് എന്നാണ് ഇപ്പോൾ ആ മുത്തലഖൻ നുസൂലിനെ റാജിയാക്കിയവർക്ക് മറുപടി പറഞ്ഞത്. അവിടെ ശാരി കൊടുത്ത ഈ കൂടുതൽ കൂലി കിട്ടുക എന്ന് പറഞ്ഞത് അതാ അമ്രുൻ തസവൂഫിയും, അത് തസവൂഫിയായ ഒരു കാര്യമാണ്. വലിൽ ഹദീസി ഷഅനുൻ ആഖർ, ഹദീസിന് മറ്റൊരു ഷഅനാണുള്ളത്. അപ്പം കൂലി കിട്ടുക എടുക്കുക എന്നുള്ള ആ അമ്ര്, ആ കാര്യം തസവൂഫിന്റെ സൂഫിസമാണ്, കൂടുതൽ അധ്വാനിക്കുക എടുക്കുക എന്നുള്ളത്. ഹദീസിന്റെ മുന്നുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയം അത് മറ്റൊരു കാര്യമാണ് എന്നാണ് ഇവിടെ ശാരി എഴുതി കൊടുത്തത്. പിന്നെ വഫീഹി, ഇനി ഇങ്ങനെ ഈ ഉലുവിൻ നസബിയിൽ വഫീഹി ഐ ഫിൽ ഉലുവിൻ നസബി, ഈ നസബിയായ ഉലുവിലുണ്ട് എന്ത്? അൽ മുവാഫഖത്തു, അതിൽ മുവാഫഖത്ത് എന്ന് പറയുന്ന ഒരു രൂപം. അതങ്ങനെയാണ് മുവാഫഖത്ത്. വഹിയ അൽ വുസൂലു ഇലാ ഷെയ്ഖി അഹദിൽ മുസന്നിഫീന, മുസന്നിഫീങ്ങൾ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഗ്രന്ഥങ്ങളുടെ മുസന്നിഫീങ്ങൾ അല്ലെങ്കിൽ അല്ലാത്തവർ, അപ്പോ അവരുടെ ആ മുസന്നിഫീങ്ങളിൽ നിന്ന് ഒരാളുടെ ഷെയ്ഖിലേക്ക് എന്ത് ചെയ്തു, ഈ സനദ് എത്തിച്ചേരുക. എങ്ങനെ? മിൻ ഒയ്രി ത്വരീഖിഹി, ആ മുസന്നിഫിന്റെ ത്വരീഖ്, ആ മുഅയ്യനായ മുസന്നിഫിന്റെ ത്വരീഖ് അല്ലാത്ത ത്വരീഖിലൂടെ അദ്ദേഹത്തിന്റെ ഷെയ്ഖിലേക്ക് എത്തിച്ചേരുക. ഐ ത്വരീഖില്ലത്തി തസ്ലു ഇലാ ദാലിക്കൽ മുസന്നിഫിൽ മുഅയ്യനി, ആ മുഅയ്യനായ മുസന്നിഫിലേക്ക് എത്തുന്നതായ ത്വരീഖ്, ആ ത്വരീഖ് അല്ലാത്ത എന്ത് ചെയ്തു, മറ്റൊരു ത്വരീഖിലൂടെ ആ മുസന്നിഫിന്റെ ഷെയ്ഖിലേക്ക് എത്തുക. അതിനുദാഹരണം പറഞ്ഞു. മിസാലുഹു, അതിനുദാഹരണം റവൽ ബുഖാരിയു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു അൻ ഖുതൈബത്ത അൻ മാലിക്കിൻ ഹദീസൻ, ഒരു ഹദീസിനെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു.
എന്നിട്ട് ഫലോ റവൈനാഹു, ആ ഹദീസിനെ നമ്മൾ എന്ത് ചെയ്തു, റിവായത്ത് ചെയ്താൽ, പിന്നെ അത് ഞങ്ങൾ പറയാണ് നമ്മൾ അതിനെ റിവായത്ത് ചെയ്താൽ, മിൻ ത്വരീഖിഹി, ആ ബുഖാരി ഇമാമിൻ്റെ ആ ത്വരീഖിലൂടെ നമ്മൾ റിവായത്ത് ചെയ്താൽ, ഖാന ബൈനന വ ബൈന ഖുത്തൈബ, അപ്പോൾ നമ്മുടെയും ഖുത്തൈബ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിൽ ഉണ്ടാകും സമാനിയത്തിന് 8ഓളം റാവികൾ ഉണ്ടാകും. ഇബ്നു ഹജർ തങ്ങളിലേക്ക് എത്തുമ്പോൾ 8ഓളം റാവികൾ എന്ത് ചെയ്യും, വരും. അത് വലു റബൈന ദാലിക്കൽ ഹദീസ, ഈ 8ഓളം റാവികളുള്ള ആ പിന്നെ സനദ് അവിടെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വലു റബൈന, അതോടൊപ്പം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ദാലിക്കൽ ഹദീസ, ഈ ഹദീസിനെ ബി ഐനിഹി, അതേ നിലയ്ക്ക് തന്നെയുള്ള ഈ ഹദീസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു, മിൻ തരീഖി അബിൽ അബ്ബാസ് സിറാജ് എന്നവർ അൻ ഖുത്തൈബ മസലൻ, പിന്നെ ആ അബിൽ അബ്ബാസ് സിറാജ് എന്നവരുടെ തരീഖിലൂടെ എന്ത് ചെയ്തു നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ, പിന്നെ ലഖാന ബൈന വ ബൈന ഖുത്തൈബ, അപ്പോൾ നമ്മുടെ ഖുത്തൈബ റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ തന്നെ പിന്നെ നമ്മുടെയും ഇടയിൽ ഉണ്ടാവും, എത്ര ഉണ്ടാവും, ഫീഹി സബാത്തുൻ, അപ്പോൾ അതിൽ 7 പിന്നെ റാവികളാണ് അപ്പോൾ ഇടയിൽ വരിക. അപ്പം എന്ത് ചെയ്തു, അപ്പം ഈ ഇബ്നു ഹജർ തങ്ങൾക്ക് ബുഖാരി ഇമാമിലൂടെ ഖുത്തൈബ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്ന സനദും ഉണ്ടായി, പിന്നെ എന്നാൽ അബിൽ അബ്ബാസ് സിറാജിലൂടെ ഖുത്തൈബ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്ന സനദ് ഉണ്ടായി. അപ്പോൾ ഈ 2 സനദും പരിഗണിക്കുമ്പോൾ ഇബ്നു ഹജർ തങ്ങളുടെ പിന്നെ ആദ്യത്തെ സനദിൽ ബുഖാരി ഇമാം ഉള്ള സനദും ബുഖാരി ഇമാം ഇല്ലാത്ത അബിൽ അബ്ബാസ് സിറാജ് എന്നവരുടെ ആ ത്വരീഖും, അതാ പറഞ്ഞ എന്താണ് മിൻ വൈരി ത്വരീഖി എന്ന് പറഞ്ഞ് മുസന്നിഫിൻ്റെ ആ മുഅയ്യനായ മുസന്നിഫിലേക്ക് എത്തുന്നതായ ത്വരീഖ് അല്ലാത്ത ത്വരീഖ് എന്ന് പറഞ്ഞാൽ വേണ്ട. അപ്പോൾ എന്ത് ചെയ്തു, ഇബ്നു ഹജർ തങ്ങൾക്ക് ബുഖാരി ഇമാമിലേക്ക് എത്താത്ത ഒരു ത്വരീഖാണ് ഇത്, അബിൽ അബ്ബാസ് സിറാജ് എന്നവരിലേക്ക് എത്തുന്ന ത്വരീഖ്. അപ്പോൾ ഈ 2 ത്വരീഖിലൂടെ നോക്കുമ്പോൾ ഇപ്പം എന്തായി, പിന്നെ ബുഖാരി ഇമാമിനോട് എന്ത്, ബുഖാരി ഇമാമിൻ്റെ ഷെയ്ഖിൽ ഇവിടെ മുവാഫക്കത്തായി. ബുഖാരി ഇമാമിൻ്റെ ഷെയ്ഖാണ് ഖുത്തൈബ എന്നവർ, അതാ ഫഖദ് ഹസലൽ മുവാഫക്കത്തു, ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, അപ്പോൾ മുവാഫക്കത്ത് കരസ്ഥമായി മഅൽ ബുഖാരി ഇമാമിനോട് മുവാഫക്കത്ത് കരസ്ഥമായി ഫി ഷെയ്ഖിഹി, ബുഖാരി ഇമാമിൻ്റെ ഷെയ്ഖിൽ, ബി ഐനിഹി, അതേ ഹദീസ് കൊണ്ട്, അതേ ഐന് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, പിന്നെ ബുഖാരി ഇമാമിൻ്റെ ഷെയ്ഖാകുന്ന ഖുത്തൈബ എന്നവരിൽ എന്ത് ചെയ്തു, മുവാഫക്കത്ത് കരസ്ഥമായി. ഏതോടുകൂടെ മഅൽ ഉലുവിൽ ഇസ്നാദി ഇലൈഹി, ആ ബുഖാരി ഇമാമിൻ്റെ ഷെയ്ഖിലേക്കുള്ള ആ ഇസ്നാദ് പിന്നെ ഉലുവാകലോടുകൂടെ കാണും. പിന്നെ ഈ കില്ലത്തിൽ അതിബ് ദർജ, ഒരു ദർജ കൊണ്ട് ഇപ്പം എന്ത് ചെയ്ത് അത് കുറഞ്ഞല്ലോ. ബുഖാരി ഇമാമിൻ്റെ ആ ത്വരീഖിലാവുമ്പോൾ 8 പേരുണ്ടായിരുന്നു, ഇവിടെ ആകുമ്പോൾ 7 പേരേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, പിന്നെ ഇസ്നാദ് ഉരുവാകലോടുകൂടെ തന്നെ ഇവിടെ എന്ത് ചെയ്ത് മുവാഫഖത്ത് ഉണ്ടായി എന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ ഇപ്പോൾ ബുഖാരി ഇമാമിൻ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഇത് ഒലുവായ ഹദീസാണ്. അപ്പോൾ അതിനോട് എന്ത് ചെയ്തു, പിന്നെ ഈ അബുൽ അബ്ബാസ് സിറാജ് എന്നവരുടെ ത്വരീഖിലൂടെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്ത് ചെയ്തു, അതിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, ഇത് അത് രണ്ടും തമ്മിൽ മുവാഫഖത്തുണ്ടെങ്കിലും മുവാഫഖത്താണ് താനും, അതോടൊപ്പം തന്നെ അതിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ ഇതിന് ഉലുവ ഉള്ള സനദുമാണ്. ഇനി വഫീഹി അയിൽ ഉലുവിൽ നസബി, ഈ നസബിയായ ഉലുവിൽ വരും ഏത്, അൽ ബദലും വരും, ബദലും ഉണ്ട്. അതേതാ ബദൽ, വഹുവായി ബദൽ എന്ന് പറഞ്ഞാൽ അൽ ഉസൂലു ഇലാ ഷെയ്ഖിഹി, ആ മുസന്നിഫിൻ്റെ ഷെയ്ഖിലേക്ക് സനദെത്തുക എന്നുള്ളതാണ്. കദാലിക അപ്രകാരം തന്നെ മറ്റൊരു ത്വരീഖിലൂടെ ആകുമ്പോൾ ഒരു ദർജയോ അല്ലെങ്കിൽ 2 ദർജയോ എന്താ കൊണ്ട് പിന്നെ ഒലുവാകും. അതെങ്ങനെ, കാലന ദാലിക്കൽ ഇസ്നാദ്, ഇപ്പം മേൽ പറഞ്ഞ അതേ ഇസ്നാദ് തന്നെ, ബി ഐനിഹി, അതേപോലെ തന്നെ ആ ഇസ്നാദ് എന്ത് ചെയ്തു നമുക്ക് സംഭവിച്ചു, മിൻ ത്വരീഖിൻ ഉഖ്റ, മറ്റൊരു ത്വരീഖിലൂടെ. ആരിലേക്ക്, ഇലൽ ഖഅനബിക്കി അൻ മാലിക്കിൻ, നേരത്തെ പറഞ്ഞ അൻ ഖുത്തൈബ അൻ മാലിക്കുന്ന. അപ്പം അവിടെ ഖുത്തൈബ എന്നവരെ മാറിയിട്ട് അവിടെ എന്ത് ചെയ്ത് ഖഅനബി എന്നവർ ആ ത്വരീഖിൽ വന്നു.
ഖാനബി എന്നവർ വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്തു, പിന്നെ ഷെയ്ഖിൻ്റെ ഷെയ്ഖിലേക്ക്, അതായത് ബുഖാരി ഇമാമിൻ്റെ ഷെയ്ഖാരാണ്, പിന്നെ ഖുത്തൈബയാണ്. ഖുത്തൈബ എന്നവരുടെ ഷെയ്ഖാണ് മാലിക് എന്നവർ. അപ്പോൾ ഷെയ്ഖിൻ്റെ ഷെയ്ഖ്, അപ്പോൾ ആ മാലിക് എന്നവരിലേക്ക് എന്തുണ്ടായി, പിന്നെ ഇവിടെ സനാദ് പിന്നെ എത്തി ചേർന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടായി, പിന്നെ ഒരു ബദല് വന്ന്, എന്ത് നേരെ ഷെയ്ഖിൻ്റെ ഷെയ്ഖ് പിന്നെ മാറി അതിന് പകരം മറ്റൊരു ആൾ ബദലായിട്ട് അവിടെ, അത് ഖാനബി ഇമാം ബദലായിട്ട് വന്നു. ഇതിനാണ് ബദലു എന്ന് പറയുന്നത്. ഫയക്കൂനുൽ ഖാനബി ഉണ്ടോ, അപ്പോൾ ഇവിടെ ഖാനബി എന്ന ഇമാമായി ബദലൻ ഫീഹി, ഈ സനദിൽ ബദലായി മിൻ ഖുത്തൈബ, ഖുത്തൈബ എന്നവർക്ക് ബദലായി വന്നു എന്നതേ ഉള്ളൂ. അപ്പോൾ ഖുത്തൈബ എന്നവർക്ക് ബദലായി വരികയും ചെയ്തു. അപ്പോൾ ഈ ത്വരീഖ്, ഈ ഖാനബി എന്നവരുള്ള ഈ ത്വരീഖ് പിന്നെ ഇബ്നു ഹജർ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുഖാരി ഇമാം ഇല്ലാത്ത ത്വരീഖാണ്. പക്ഷേ എന്നാൽ ബുഖാരി ഇമാമിൻ്റെ ഷെയ്ഖിൻ്റെ ഷെയ്ഖിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാലിക് ഇമാമിലേക്ക് ഈ സനദ് എത്തിയിട്ടുമുണ്ട്. അപ്പോൾ ബുഖാരി ഇമാം ഇല്ലാത്ത സനദാകുമ്പോൾ ഈ സനദിൽ എന്താണ്, മറ്റേ സനദിനെ അപേക്ഷിച്ച് ദറജ കുറവാണ്. അപ്പോൾ എന്നാൽ ഷെയ്ഖ് ബദലാകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ആ ബദലോടുകൂടെ തന്നെ എവിടെ എന്തുണ്ട്, ഉലുവും ഉണ്ട്. ഇനി വക്സറുമായ യഅ്തബിറൂന അൽ മുവാഫഖത്ത വൽ ബദല, ഇവർ ഈ ബദലും മുവാഫഖത്തും ഈ നസബിയായ ഉലുവിലെയും മുവാഫഖത്തും ബദലും പിന്നെ അധികവും ഇവർ അയിമത്ത്, ഈ ഹദീസിൻ്റെ അയിമത്ത് പരിഗണിക്കുന്നത് അതിൻ്റെ ഇസ്തിലാഹിൽ ഇതാ കാരണാൽ ഉലുവ, ഈ ഉലുവായ സനദിനോട് എന്തായി മുഖാറിനായി വരുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, മുവാഫഖത്ത് ബദൽ എന്ന് പറയുന്നത്. ഇല്ല, ഇനി അങ്ങനെ മുഖാറിനത്തൊന്നും ഇല്ലെങ്കിൽ ഇസ്മുൽ മുവാഫിഖി വൽ ബദലി വാഖിഉം ബിദൂനിഹി, ഈ മുഖാറിനത്ത് ഇല്ലാതെ തന്നെ ഈ ബിദൂനിൽ ഇഖ്തിറാനി, ഈ ഇഖ്തിറാൻ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യും, ഈ പിന്നെ മുവാഫിഖ് എന്ന പേരും ബദലി എന്ന പേരും അങ്ങനെ പറയലുണ്ട്. അവിടെ അതിൻ്റെ ഷറഹിൽ ഇവിടെ അതിൻ്റെ സൈഡിൽ എഴുതിയത് കാണാം. പിന്നെ വഫി കലാമി വൈരി ഇബ്നു സലാഹ് ഇത്ലാഖ് ഇസ്മുൽ മുവാഫഖത്തി വൽ ബദലി മാ അദമിൽ ഉലുവി ഫഇൻ അല, എന്താ ആ ഉലുവില്ലാത്തതോടുകൂടെ തന്നെ ബദല് എന്ന പേരും മുവാഫഖത്ത് എന്ന പേരും പറയും, മുത്തലക്കം പറയും. എന്നാൽ ആ അല ഉണ്ടെങ്കിൽ, ഉന്നതി ഉണ്ടെങ്കിൽ എന്ത് കാലു, അപ്പോൾ അവർ പറയുന്നത് മുവാഫഖത്തുൻ ആലിയത്തുൻ വ ബദലൻ ആലിയൻ എന്നിങ്ങനെയാണ് പറയുന്നതെന്നാണ്. പിന്നെ ഇനി ഫീഹി ഐ ഫിൽ ഉലുവിൻ നസബി, ഈ നസബിയായ ഉലുവിലുണ്ട് എന്ത്, അൽ മുസാവാത്തു, മുസാവാത്തുണ്ട്. എന്താണ് മുസാവാത്ത്, ഇസ്തിവാഉ അദദിൽ ഇസ്നാദി മിനർ റാവി ഇലാ ആഖിരിഹി, ഒരു റാവിയിൽ നിന്ന് ആ സനദിൻ്റെ അവസാനം വരെയുള്ള അദദ് സമമാകുക. ഐ ഇസ്നാദുൽ ഉലുവിൻ നസബി, നസബിയായ ഉലുവായ പിന്നെ റിവായത്ത്, ആ സനദ് ഇസ്നാദ് മാ ഇസ്നാദി അഹദിൽ മുസന്നിഫീന, മുസന്നിഫീങ്ങളിൽ നിന്ന് ഒരാളുടെ ഇസ്നാദോടുകൂടെ തന്നെ ഈ ഉലുവായ പിന്നെ ഇസ്നാദ് അതേതുപോലെ ആ ഇസ്നാദിനോടൊപ്പം ആകുകയാണ് എന്ന് പറഞ്ഞാൽ എർവിയ നസായി, പിന്നെ നസായി ഇമാമി റിവായത്ത് ചെയ്യും പോലെ മസറിന് ഉദാഹരണത്തിന് ഒരു ഹദീസിന് റിവായത്ത് ചെയ്തു, യഖഉ ബൈനഹു വ ബൈന നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹബിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും നസായി ഇമാമിൻ്റെയും ഇടയിൽ ആ റിവായത്തിൽ എന്ത് ചെയ്യും, സംഭവിക്കും. എന്ത്, ഫീഹി അഹദ അശറ നഫ്സൻ, പിന്നെ 11 പിന്നെ റിജാലുകൾ അതിൻ്റെ ഇടയിൽ വരുന്നു. അപ്പോൾ ഫയഖഉ ലനാ ദാലിക്കൽ ഹദീസു, അപ്പോൾ ആ ഹദീസ് നമുക്ക് അതേപോലെ തന്നെ ബിഐനിഹി, അതേപോലെ തന്നെ ആ ഹദീസ് നമുക്ക് വാക്കിയാകും, സംഭവിക്കും. ബി ഇസ്നാദിൻ ആഖറ, മറ്റൊരു സനദിലൂടെ ഇല നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹബിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഉള്ള മറ്റൊരു ഇസ്നാദിലൂടെ. യഖഉ ബൈനനാ ഫീഹി വ ബൈന നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹബിഹി വസല്ലം, അപ്പോൾ അതിലും ആ സനദിലും നമ്മുടെ നബി തങ്ങളുടെ ഇടയിൽ ഉണ്ടാകും എന്ത്, അഹദ അശറ നഫ്സൻ, പിന്നെ 11 നഫ്സ്. അപ്പോൾ 2 സനദിലും നസായി ഇമാമിൻ്റെ ആ സനദിലും
ഈ സനദിലും എന്തായി, പിന്നെ രണ്ട് സനദിലും 11ഓളം ആളുകളുണ്ടായി. അപ്പോൾ തസാവൻ നസായി, അപ്പോൾ നസായി ഇമാമിനോട് എന്തായി, സമമായി. മിൻ ഹൈസുൽ അദദു, ഈ എണ്ണം നിലയ്ക്ക് അതിലും 11 ഇതിലും 11 എണ്ണ നിലയ്ക്ക് തസാവിയുണ്ട്. മുലാഹത്തിൽ ഇസ്നാദിൽ ഖാസി, ആ ഖാസായ പിന്നെ ഇസ്നാദിലേക്ക് നോക്കൽ കൂടാതെ പിന്നെ അതിലേക്കുള്ള മുലാഹദത്തിനെ തൊട്ട് നെതിർ കത്ത് കൂടെ തന്നെ നെതിർ കത്ത് കൂടെ അതതിനെ മാത്രം നോക്കിയിട്ട്, കാരണം ആ ഖാസായ ഇസ്നാദിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ റിജാലുകളിലേക്ക് നോക്കുമ്പോൾ എന്തുണ്ടാകും, കൂടുതൽ പിന്നെ ഇതുണ്ടാവും, മസിയത്തുണ്ടാവും. പക്ഷെ അത് നോക്കാതെ അതത് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ ആ ഇമാമിൻ്റെ സനദിനോട് സമമാണ്. കാരണം റിജാലുകളുടെ അതത് സമമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഇങ്ങനെ സമമായിട്ട് എന്ത് ചെയ്യും, വരും. ഇനി വഫീഹി ഐൽ ഉലുവിൻ നസബി, ആ നസബിയായ ഉലുവിലുണ്ട് ഐലൻ വീണ്ടും അൽ മുസാഫഹത്തു, മുസാഫഹത്ത് എന്ന് പറയുന്ന ഒരു രൂപവും. വഹിയ, അതെന്താ മുസാഫഹത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിവാ ഉമാ തിൽമീദ് ദാലിക്കൽ മുസന്നിഫി, ആ മുസന്നിഫിന്റെ ശിഷ്യനോടൊപ്പം സമമായിട്ട് ഇസ്തിവാ ഉണ്ടാകുക. അലൽ വജീൽ മഷ്റൂഹി, നേരത്തെ പറഞ്ഞ ശറഹ് ചെയ്യപ്പെട്ട വജീ അനുസരിച്ച് അവലൻ ആദ്യം പിന്നെ 11 അതതിൽ സമമാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമമാകൽ എന്താണ്, മുസന്നിഫിന്റെ ശിക്ഷനോടൊപ്പം, മറ്റേത് മുസന്നിഫിനോടൊപ്പം സമമായി വരുന്ന പറഞ്ഞത്. ഈ മുസന്നിഫിന്റെ തിൽമീദിനോടൊപ്പം ഇസ്തിവ ഉണ്ടാവും, അങ്ങനെ വരും. അപ്പോൾ സുമ്മിയത്തിൽ മുസാഫഹത്തു, ഇതിന് മുസാഫഹത്ത് എന്ന് പേര് വെക്കപ്പെടാൻ കാരണം അന്നൽ ആദത്താണ് ജറത്ത് ഫിൽ ഗാലിബി ബിൽ മുസാഫഹത്തി ബൈനമൻ തലാഖയ, പരസ്പരം കണ്ടുമുട്ടുന്നവരുടെ ഇടയിൽ മുസാഫഹത്ത് കൊണ്ടാണ് ആദത്ത് സാധാരണ നടക്കൽ, ഗാലിബ് അങ്ങനെയാണ്. വനഹനു, അപ്പോൾ നമ്മൾ ഫി ഹാദിഹി സൂറത്തി, ഇവിടെ ഈ ഹദീസിന്റെ ഇസ്നാദിന്റെ രൂപത്തിൽ നമ്മൾ കന്ന ലഖൈന അന്നസായിയ, നമ്മൾ എന്ത് പിന്നെ കന്ന ലഖീന, നമ്മൾ എന്ത് ചെയ്ത് കണ്ടുമുട്ടിയ നസായി ഇമാമിനെ കണ്ടുമുട്ടിയതുപോലെയാണ്. പിന്നെ കന്ന കണ്ടുമുട്ടിയതുപോലെ കന്ന സാഫഹനാഹു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നസായി ഇമാമിനെ മുസാഫഹത്ത് ചെയ്തതുപോലെയായി. കാരണം അതിലും പിന്നെ സമമായ അതതുണ്ട്, ഇതിലും സമമായ അതതുണ്ട്. അപ്പോൾ പരസ്പരം കണ്ടുമുട്ടിയതുപോലെ എന്ന നിലക്കാണ് എന്ത് ചെയ്തത്, പിന്നെ അങ്ങനെ മുസാഫഹത്ത് എന്ന് പറയുന്നത്. ഇനി വയുഖാബിലുൽ ഉലുവു, ഈ ഉലുവ് എന്താണ്, അത് മുഖാബിലയായി വരും ബി അക്സാമിഹി അൽ മദ്കൂറത്തി, പറയപ്പെട്ട ആ ഉലുവിൻ്റെ ആ അക്സാമുകളോടുകൂടെ തന്നെ, എല്ലാ അക്സാമുകളെ കൊണ്ടും ഈ ഉലുവ് മുഖാബിലയായി വരും. എന്തിന്, നുസൂല, ഇതിൻ്റെ നുസൂലിനും മുഖാബിലയായി വരും. അപ്പോൾ ഇതിൻ്റെ ഉലുവായ പിന്നെ ഇസ്നാദിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ നുസൂലായ പിന്നെ സനദിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ അക്സാമുകളൊക്കെ വരും. അപ്പോൾ ഫയക്കൂനു കുല്ലു ഖിസ്മിൻ മിൻ അക്സാമിൽ ഉലുവി, അപ്പോൾ ഉലുവിൻ്റെ അക്സാമുകളിൽ നിന്നുള്ള എല്ലാ കിസ്മുകളും ആകും യുഖാബിലുഹു, അതിനോട് മുഖാബിലയാകും ഖിസ്മും മിൻ അക്സാമിൻ നുസൂരി, ഈ നുസൂലിൻ്റെ അക്സാമുകളിൽ നിന്നും ഓരോന്നും. ഖിലാഫൻ ലിമൻ സഅമ, എന്നാൽ വാദിച്ച ആളുകൾക്കെതിരായിട്ട് അന്നൽ ഉലുവ് ഖദ് യഖഉ, അത് സംഭവിക്കും വൈറ താബിഇൻ ലിന്നുസൂലി, ഈ നുസൂലിനോട് താബിയായിട്ടല്ലാതെ തന്നെ ഉലുവ് ഉണ്ടാകലുണ്ട് എന്ന് ചില ആളുകൾ വാദിച്ചിട്ടുണ്ട്. ആ വാദിച്ചതിനെതിരായിട്ട് നുസൂലിൻ്റെ അക്സാമുകളിൽ നിന്ന് ഓരോന്നും ഈ ഉലുവിനോട് മുഖാബിലയായിട്ട് വരും. ഇനി വൈൻ തശാറക്കർ റാവി. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്.